ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ അടുത്ത പ്രൊഡിക്ഷൻ ക്ലാസ്സിലേക്ക് 10th പ്രിലിംസിന്റെ അടുത്ത പ്രൊഡിക്ഷൻ ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാണാത്തവരാണെങ്കിൽ ഇതിന് മുമ്പും ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട്. പ്രൊഡിക്ഷൻ ക്ലാസ്സും അതുപോലെ തന്നെ 10th പ്രിലിംസിനുള്ള റിവിഷൻ ക്ലാസ്സും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ മിസ്സാക്കരുത് കേട്ടോ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കണ്ട് ഈ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട്, ഇത് കൊള്ളാം, ഇതെനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുകയാണെങ്കിൽ മാത്രം, ഞാൻ പറഞ്ഞത് കേട്ടിട്ടല്ല, ക്ലാസ് കണ്ട് നിങ്ങൾക്ക് തന്നെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഇതിന് മുമ്പ് എടുത്ത ക്ലാസ്സുകൾ ഒരിക്കലും മിസ്സാക്കരുത്. നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. നല്ല രീതിയിൽ നിങ്ങൾക്ക് അവിടെ നിന്നും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കുറച്ച് ക്ലാസ്സുകളേ ഉള്ളൂ. ഈ കുറച്ച് ക്ലാസ് കണ്ടാൽ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ മിസ്സാക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ LDC LGS രണ്ടിനും LDC 2027, അതായത് 2027 LDC ബൂസ്റ്ററും 2027 LGS ബൂസ്റ്ററും രണ്ട് കോഴ്സും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടിലും SCRT ബൂസ്റ്റർ എന്ന് പറഞ്ഞൊരു സെക്ഷനും ഇൻക്ലൂഡഡ് ആണ്. അപ്പം മിസ്സാക്കരുത്. ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മിസ്സാക്കരുത്. ഇത്രയും നല്ലൊരു ചാൻസ് എനിക്ക് കിട്ടിയെന്ന് വരില്ല. നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവും. ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സും പിന്നെ അതിലെ SCRT ബൂസ്റ്ററും ഈ രണ്ട് ഘട്ടങ്ങളും നിങ്ങൾ പഠിച്ച് പിന്നെ നിങ്ങളുടെ കുറച്ച് കാര്യം കൂടെ അതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ റാങ്കുകളിൽ തീർച്ചയായും നിങ്ങൾ എത്തും. ആദ്യം തന്നെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ തന്നെ ഞാൻ കുറച്ച് സ്റ്റെപ്സ് അതിൽ പറഞ്ഞു തരുന്നുണ്ട്. ആ സ്റ്റെപ്സ് പ്രോപ്പറായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക, നിങ്ങൾ ആദ്യത്തെ റാങ്കുകളിൽ, ആദ്യത്തെ 2 അക്ക റാങ്കുകളിൽ നിങ്ങൾ ഉണ്ടാവും. അടുത്ത LDC അല്ലെങ്കിൽ ഏത് ജോബിനാണോ ഏതാണോ ആഗ്രഹിക്കുന്നത് അതിൽ നിങ്ങൾ കയറി പറ്റും. ഒരു സർക്കാർ ജോലി നിങ്ങൾ നേടിയെടുക്കും. ഓക്കെ, അപ്പോൾ കയറാത്തവരാണെങ്കിൽ, ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും, ജോയിൻ ചെയ്യാത്തവർ കാണുന്നുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു, അങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മിസ്സാക്കരുത്. വളരെ നല്ലൊരു ചാൻസ് ആണ്, അതായത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ കൊണ്ടുപോയി കളയുന്നത്. അതിന് അതായത് LDCക്കോ അല്ലെങ്കിൽ LGSനോ ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ മിസ്സാക്കരുത്. അതല്ല വെറുതെ എഴുതി നോക്കാം, കിട്ടിയാൽ കിട്ടട്ടെ എന്ന് പറഞ്ഞ് എഴുതുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, ജോയിൻ ചെയ്യണമെന്നില്ല. പക്ഷെ നല്ല ആത്മാർത്ഥതയോടുകൂടെ പഠിച്ച് ഇപ്രാവശ്യം എന്തായാലും റാങ്ക് ലിസ്റ്റിൽ വരണം. ഇഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുടെ, അതായത് എൻ്റെ വിജയം ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ മുമ്പിലൊക്കെ തല ഉയർത്തി നിൽക്കണം, അവരെ സന്തോഷിപ്പിക്കണം. അതായത് അച്ഛൻ, അമ്മ, നമ്മളുടെ വിജയം ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ നല്ല രീതിയിൽ സന്തോഷിപ്പിക്കണം. അടുത്ത വർഷം എൻ്റെ ജീവിതം തന്നെ മാറി മറിയണം എന്നൊക്കെ ആഗ്രഹിച്ച് ആ ആഗ്രഹത്തിന് പിന്നിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ മിസ്സാക്കണ്ട. നിങ്ങൾക്ക് നല്ലൊരു ചാൻസ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 2027 LDC ബൂസ്റ്ററും LGS ബൂസ്റ്ററും രണ്ടിൻ്റെയും വേറെ വേറെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോന്നും നിങ്ങൾക്ക് വൃത്തിയായി പറഞ്ഞു തരുന്നുണ്ട്. ക്ലാസ് എടുക്കുന്നത് പോലെ തന്നെ മനസ്സിലാക്കി ഞാൻ അവിടെ പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായി ജോയിൻ ആവാൻ പറ്റും. നിങ്ങളെ നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ ഡീറ്റെയിൽസ് ഒന്ന് പോയി കാണാം കേട്ടോ. അതിൽ എന്താണ് നിങ്ങൾക്ക് ബാച്ചിൽ ഉണ്ടാവുക എന്ന് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണാം. ആദ്യം നമുക്കിപ്പോൾ പ്രിലിംസ് ആണല്ലേ ക്രാക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ പ്രിലിംസ് നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കണം. അപ്പോൾ പ്രിലിംസിൻ്റെ അടുത്ത പ്രഡിക്ഷൻ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ ഒരു വട്ടം കൂടെ പറയാം. ഇതിന് മുമ്പും ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട്, അത് മിസ്സാക്കരുത് കേട്ടോ. ഓക്കെ, എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഒറ്റ ക്ലാസ് കൊണ്ട് പറ്റില്ല. ചിലപ്പോൾ ആ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്നാവും ഒരു മാർക്ക് കിട്ടുന്നത്. ഓരോ മാർക്കും നിങ്ങൾക്ക് അത്രയും വാല്യൂ ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു മാർക്കും മിസ്സാക്കാതെ നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ എക്സാം ഒക്കെ പോയി എഴുതാട്ടോ. ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഒരു എക്സാം ക്യാൻസലായി, അതുകൊണ്ട് ആ ക്യാൻസലായ ആളുകളാണെങ്കിലും ടെൻഷൻ അടിക്കരുത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ സമയം കിട്ടിയിട്ടുണ്ട് എന്നതിനെ എല്ലാത്തിനെയും ഒന്ന് പോസിറ്റീവായി എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ടതാണ്, അത്രയും യാത്ര ചെയ്ത് ഒരുപാട്, അതിലും നല്ല നെഗറ്റീവ് ഉണ്ടാറിയാം. പക്ഷെ ഞാൻ അതിനെ ഒന്നും പറയല്ല. നമ്മളിപ്പോൾ നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പഠിച്ചെടുത്ത് ഒരുപാട് കാര്യങ്ങൾ പോകും. അപ്പോൾ ഇപ്പോൾ അവിടെ നെഗറ്റീവ് അടിക്കാൻ നിൽക്കേണ്ട, അതൊരു പോസിറ്റീവായിട്ട് ചിലപ്പോൾ നല്ലതിനാവും. ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ അതുപോലെ അറ്റൻഡ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാത്ത അത്രയും മാർക്കാവും ഇനി വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ കിട്ടും. അങ്ങനെ ഒരു പോസിറ്റീവ് എനർജിയിൽ എടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ പോയി എക്സാം എഴുതുക. ബാക്കി 2 സ്റ്റേജ്, ഓഗസ്റ്റ് 1 നടക്കുന്ന 2 സ്റ്റേജും നല്ല രീതിയിൽ തന്നെ പോയി അറ്റൻഡ് ചെയ്യുക. ഓരോ ചോദ്യങ്ങളും വായിച്ച് മനസ്സിലാക്കി, ബാച്ചിലുള്ളവർക്കൊക്കെ എപ്പോഴും പറഞ്ഞു തരുന്നതാണ്, ചോദ്യങ്ങൾ പ്രോപ്പറായി വായിക്കുക. ഓപ്ഷൻസും നല്ല രീതിയിൽ തന്നെ വായിക്കുക. മേ ബി നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം അറിയില്ലായിരിക്കും, പക്ഷേ ബാക്കി 3 ഓപ്ഷനും സിമ്പിളായിട്ട് കട്ട് ചെയ്ത് കളയാൻ നിങ്ങളെ കൊണ്ട് പറ്റും. അപ്പോൾ അധികം ഒന്നും പറയുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓരോന്നും ഞാൻ വായിക്കുന്നുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. മുമ്പ് അഭിപ്രായങ്ങൾ അറിയിച്ച ഓരോ ആളുകളോടും, ഓരോ ചെറിയ അഭിപ്രായങ്ങൾക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നോക്കാം.
ആദ്യം പഞ്ചവത്സര പദ്ധതികൾ. പഞ്ചവത്സര പദ്ധതികൾ എന്നൊരു ചോദ്യം പ്രതീക്ഷിക്കുക. കഴിഞ്ഞതിൽ വല്ലാണ്ട് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ എന്തായാലും പഞ്ചവത്സര പദ്ധതികൾ ഒന്ന് ചോദ്യം വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ പഞ്ചവത്സര പദ്ധതികൾ അറിയണം കേട്ടോ. പഞ്ചവത്സര പദ്ധതികൾ 5 ഇയർ പ്ലാൻസ് എന്ന ആശയം കടം കൊണ്ടത് ഏത് രാജ്യത്ത് നിന്നുമാണെന്ന് ചോദിച്ചാൽ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യ എന്ന് വരും. ഓക്കെ, അപ്പൊ പഞ്ചവത്സര പദ്ധതികൾ പഠിച്ചു വെക്കണം കേട്ടോ. പഞ്ചവത്സര പദ്ധതികൾ നമുക്ക് 12 പഞ്ചവത്സര പദ്ധതികളെ പറ്റിയിട്ടാണ് ഇന്ത്യയിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അതിൽ പഞ്ചവത്സര പദ്ധതികളിൽ പ്രിലിംസിന് ചോദ്യം വരാറുള്ളത്, അതായത് കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദ്യം വരാറുണ്ട്. അതാണ് 1-ാം പഞ്ചവത്സര പദ്ധതി കേട്ടോ. 1-ാം പഞ്ചവത്സര പദ്ധതിയാണ് കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത്. ഈ 1-ന്റെയും 2-ന്റെയും കാലഘട്ടം ഒന്ന് അറിയണേ. അതായത് 1951 പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കുന്നത്. പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുമ്പോൾ അതെന്താണ്? 5 വർഷമാണ് പഞ്ചവത്സര പദ്ധതികൾ. അപ്പൊ 1-ാം പഞ്ചവത്സര പദ്ധതി 51 മുതൽ 56 വരെ ആണെങ്കിൽ 2-ാം പഞ്ചവത്സര പദ്ധതി എത്രയാവും? 56 മുതൽ 61 വരെ. ഓക്കെ, 2-ാം പഞ്ചവത്സര പദ്ധതി 56 മുതൽ 61 വരെ, പിന്നെ 61 മുതൽ 66 വരെ, 66 to 69 ഗ്യാപ്പ് ആണ്. അതൊക്കെ വൃത്തിക്ക് നമ്മൾ പഞ്ചവത്സര പദ്ധതികളുടെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ക്ലാസ് ഒന്ന് പോയി കാണാം. എന്തായാലും ഒരു ചോദ്യം പഞ്ചവത്സര പദ്ധതികൾ എന്ന് പ്രതീക്ഷിക്കണം. അപ്പൊ നിങ്ങളുടെ സമയം ഇപ്പൊ അധികം കളയാൻ എൻ്റെ അടുത്തില്ല. അതായത് നിങ്ങൾക്ക് ഇപ്പം മാക്സിമം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം എത്തിച്ചേരുക എന്നുള്ളതാണ്. ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് പഠിപ്പിക്കാണ്ട്. ഇനി എനിക്ക് ഇങ്ങനെ പറഞ്ഞു പോവാം. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾക്ക് മാർക്ക് ഉറപ്പിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ തരുന്നത്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരുപാട് പോവില്ല. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പറഞ്ഞുതരാം. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞു പോവാണെങ്കിൽ എനിക്ക് ഒരുപാട് അങ്ങനെ പറഞ്ഞു പോവാം. പക്ഷെ സമയം കളയാൻ തോന്നാത്തതുകൊണ്ട് കേട്ടോ. നിങ്ങൾക്ക് നല്ല സമയം വേണം. നിങ്ങൾക്ക് കിട്ടുന്ന ഈ സമയം, കുറച്ച് സമയമുള്ളത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതിന്റെ കാലഘട്ടം ഒന്ന് അറിഞ്ഞു വെക്കാം. 1-ാം പഞ്ചവത്സര പദ്ധതികളുടെ കാലഘട്ടം ചിലപ്പോൾ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. 51 മുതൽ 56 വരെയാണ് 1-ാം പഞ്ചവത്സര പദ്ധതി. 51 മുതൽ 56 വരെ എന്താണ് അറിയപ്പെടുന്നത്? കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി എന്ന് ഒരുപക്ഷെ ചോദ്യം വരും. അല്ലെങ്കിൽ കൃഷിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി എന്ന് ചോദ്യം വന്നാലും 1-ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇനി അതല്ല വ്യാവസായിക പദ്ധതി എന്നോ അല്ലെങ്കിൽ വ്യവസായത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി എന്നൊക്കെ ചോദ്യം വന്നാൽ അത് 2-ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇതാണ് മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നത് കേട്ടോ. മഹലനോബിസ് മാതൃക ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പിയാണ് കേട്ടോ. PC മഹലനോബിസ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി. പിതാവ് ആരാണ്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ആരെന്ന് ഒരുപക്ഷെ ചോദ്യം വരും. അത് M വിശ്വേശ്വരയ്യ. അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം എപ്പോഴും പ്രിലിംസ് സൈഡിലൊക്കെ എപ്പോഴും ഇങ്ങനെ ചിന്നിച്ചിതറി കിടക്കാറുണ്ട്. എങ്ങനെ ചോദ്യം വരും അറിയോ? ഒന്ന്, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് അല്ലെ, ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണം അല്ലെങ്കിൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ആരെന്ന് ചോദ്യം വന്ന അതാരാണ്? അത് M വിശ്വേശ്വരയ്യാണ്. ശില്പിയാണ് ആര്? PC മഹലനോബിസ്. പിന്നെ M വിശ്വേശ്വരയ്യയുടെ കൃതിയുണ്ട് പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ. ആസൂത്രണത്തിന്റെ പിതാവ് അല്ലെ, ആസൂത്രണം, പ്ലാനിങ്. അപ്പോ പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരെന്നൊരു ചോദ്യം വരും. അത് M വിശ്വേശ്വരയ്യാണ്. ഓക്കെ, ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും M വിശ്വേശ്വരയ്യാണ്. ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവും M വിശ്വേശ്വരയ്യാണ്. മൈസൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നതും M വിശ്വേശ്വരയ്യാണ്. പഠിച്ചു വെക്കുമല്ലോ. അപ്പോ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതും ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവും മൈസൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നതൊക്കെ ആരാണ്? M വിശ്വേശ്വരയ്യ. ആരാണ്? M വിശ്വേശ്വരയ്യ. ഇനി അതായത് ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പിയാണ്, അതായത് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പിയാണ് ആര്? PC മഹലനോബിസ്. PC മഹലനോബിസ്. അദ്ദേഹത്തിന്റെ പേരിലാണ് 2-ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത്. എന്താണ്? മഹലനോബിസ് മാതൃക. 1-ാം പഞ്ചവത്സര പദ്ധതി എന്താണ്? ഹരോൾഡ് ഡോമർ മാതൃക. 1-ാം പഞ്ചവത്സര പദ്ധതി ഹരോൾഡ് ഡോമർ മാതൃക. 2-ാം പഞ്ചവത്സര പദ്ധതി മഹലനോബിസ് മാതൃക. 1-ാം പഞ്ചവത്സര പദ്ധതി ഹരോൾഡ് ഡോമർ മാതൃക. 2-ാം പഞ്ചവത്സര പദ്ധതി എന്താണ്? മഹലനോബിസ് മാതൃക. ഇവിടുന്ന് ഇതൊക്കെയാണ് റിപ്പീറ്റ് ചെയ്ത് വരാൻ ചാൻസ് ഉള്ളത്. പിന്നെ ഒരു ചോദ്യം വരും, കുടുംബശ്രീ ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന് ചോദിക്കും. അത് 9-ാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. പ്രധാനപ്പെട്ടത് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. 9-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കുടുംബശ്രീ ആരംഭിച്ചത്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വാർഷികത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 9-ാം പഞ്ചവത്സര പദ്ധതി. സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വാർഷികം. ഓക്കെ, സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വാർഷികം എന്ന് പറയുമ്പോൾ 47 സ്വാതന്ത്ര്യം കിട്ടി, 97 ആരംഭിച്ചത് ഏതാണെന്നാവും ചോദ്യം. അതേതാണ്? 9-ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുമല്ലോ.
കുടുംബശ്രീ ആരംഭിച്ചതും അവിടെ കിട്ടുമല്ലോ. ഓക്കെ, അപ്പൊ കുടുംബശ്രീ ആരംഭിച്ചതും 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ജനകീയ പദ്ധതി, അതൊരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് എന്നൊരു ചോദ്യം ഉണ്ടാവും. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് ഏത്? 9ാം പഞ്ചവത്സര പദ്ധതി. കേരള മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതെന്നൊരു ചോദ്യം വരും. അതാണ് 10ാം പഞ്ചവത്സര പദ്ധതി. റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതെന്നൊരു ചോദ്യം വരും. അതാണ് 8ാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ 1 ഹരോൾഡ് ഡോമർ മാതൃക, 2 ഏതാണ്? 2ാം പഞ്ചവത്സര പദ്ധതി ഏതാണ്? 2ാം പഞ്ചവത്സര പദ്ധതി മഹലനോബിസ് മാതൃക. ഇതിൽ വേറൊരു ചോദ്യം ഉണ്ട്, ഒന്നിൽ വേറൊരു ചോദ്യം ഉണ്ട്. എന്താണ്? കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? അല്ലെങ്കിൽ കൃഷിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏത്? ഏതാണ്? അത് 1ാം പഞ്ചവത്സര പദ്ധതിയാണ്. വ്യവസായത്തിന് ഊന്നൽ നൽകിയതാണ് 2ാം പഞ്ചവത്സര പദ്ധതി. മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നു. ഓക്കെ, മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നത് ഏതാണ്? 2ാം പഞ്ചവത്സര പദ്ധതിയാണ്. 2ാം പഞ്ചവത്സര പദ്ധതിയാണ് മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നത്. 8ാം പഞ്ചവത്സര പദ്ധതിയാണ് എന്തറിയപ്പെടുന്നത്? 8ാം പഞ്ചവത്സര പദ്ധതി റാവു മൻമോഹൻ അല്ലെങ്കിൽ മൻമോഹൻ മാതൃക എന്നൊക്കെ വരും കേട്ടോ. റാവു മൻമോഹൻ മോഡൽ അല്ലെങ്കിൽ മൻമോഹൻ മോഡൽ എന്നൊക്കെ ചോദ്യം വന്നാൽ അത് 8ാം പഞ്ചവത്സര പദ്ധതി. 9ാം പഞ്ചവത്സര പദ്ധതി എന്താണ്? ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. 10ാം പഞ്ചവത്സര പദ്ധതിയാണ് എന്ത്? കേരള മോഡൽ എന്നറിയപ്പെടുന്നത് കേട്ടോ. കേരള മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. പിന്നെ ഒരു ചോദ്യം വരും, ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോ. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. അപ്പൊ ഹരിത വിപ്ലവം ഒരു ചോദ്യം വരുന്ന ഭാഗമാണ്. ചോദ്യം വരാൻ ചാൻസ് ഉള്ളത് ഇയാളുടെ പേരാണ് MS സ്വാമിനാഥൻ. ഇദ്ദേഹത്തിന്റെ പേര് ചോദ്യം വരും. MS സ്വാമിനാഥൻ. MS സ്വാമിനാഥൻ ആരാണ്? MS സ്വാമിനാഥൻ. MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് കേട്ടോ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. കൺഫ്യൂഷൻ വരരുത്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് മാത്രം ചിലപ്പോൾ ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അതാണെങ്കിൽ അത് നോർമൻ ബോർലോഗ് ആണ്. നോർമൻ ബോർലോഗ് ഓപ്ഷൻ കൊടുക്കാതെ ഇയാൾ കൊടുത്ത, അതായത് ഇദ്ദേഹത്തെ കൊടുത്ത MS സ്വാമിനാഥൻ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് ആര്? MS സ്വാമിനാഥൻ. ഇനി ചിലപ്പോൾ കൺഫ്യൂഷൻ ആക്കാൻ വേറൊരു ചോദ്യം വരും, ഇന്ത്യൻ ഹരിത വിപ്ലവ നായകൻ ആര്? ഇന്ത്യൻ ഹരിത വിപ്ലവ നായകൻ ആരാണ്? MP സിംഗ് ആണ് കേട്ടോ. MP സിംഗ് ആണ് ഇന്ത്യൻ ഹരിത വിപ്ലവ നായകൻ. ഇന്ത്യൻ ഹരിത വിപ്ലവ നായകൻ ആരാണ്? MP സിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ. ഹരിത വിപ്ലവ നായകൻ, ഇന്ത്യൻ ഹരിത വിപ്ലവ നായകനാണ് MP സിംഗ്. നായകൻ പഠിച്ചപ്പോൾ ഒരു കാര്യം കൂടെ പഠിച്ചു വെക്കണം. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ചോദ്യം വരും. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായൺ. ജയപ്രകാശ് നാരായൺ. ഓക്കെ, ജയപ്രകാശ് നാരായണാണ് ക്വിറ്റ് ഇന്ത്യ സമര നായകൻ. പക്ഷേ റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ സമര നായിക ആരാണ്? അരുണ അസഫ് അലിയാണ് കേട്ടോ. അരുണ അസഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക. ചോദ്യം വരാൻ നല്ല ചാൻസ് ഉണ്ട്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ്? അരുണ അസഫ് അലി. ആരാണ്? അരുണ അസഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത്. ക്വിറ്റ് ഇന്ത്യ സമര നായിക ആരാണ്? അരുണ അസഫ് അലി. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ആരാണ്? ജയപ്രകാശ് നാരായൺ. ജയപ്രകാശ് നാരായൺ. ഓക്കെ, അതുപോലെ തന്നെ ലോക്നായക് എന്നറിയപ്പെടുന്നതും ലോക്നായക് എന്നറിയപ്പെടുന്നതും ആരാണ്? ജയപ്രകാശ് നാരായണൻ കേട്ടോ. ജയപ്രകാശ് നാരായണൻ ലോക്നായക് എന്നും ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നും അറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണൻ. പിന്നെ ക്വിറ്റ് ഇന്ത്യ സമര നായിക ചോദ്യം വരാൻ നല്ല ചാൻസ് ഉണ്ട്. ക്വിറ്റ് ഇന്ത്യ സമര നായിക പഠിച്ചു വെച്ചോ, അരുണ അസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര നായിക ആരാണ്? അരുണ അസഫ് അലി. അപ്പൊ പദ്ധതികളിൽ ബേസിക് ആയിട്ടുള്ളത് അത്ര അറിഞ്ഞു വെച്ചാൽ മതി കേട്ടോ. കുറെ ശരിക്കും പഠിക്കാണ്ട്, പദ്ധതികൾക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ എന്തായാലും പ്രതീക്ഷിച്ച് പോകേണ്ട ഒരു ഭാഗമൊക്കെയാണ്. പക്ഷെ ഇവിടെ പദ്ധതികൾ പ്രിലിംസിൽ സാധാരണ ചോദിക്കാറുള്ളപ്പോൾ ഒന്ന് കാർഷിക പദ്ധതി ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ വ്യാവസായിക പദ്ധതി അല്ലെങ്കിൽ വ്യവസായത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി എന്ന് ചോദ്യം വരും, അല്ലെങ്കിൽ വിശേഷണങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. ഒരെണ്ണം വിട്ടുപോയി, 5ാം പഞ്ചവത്സര പദ്ധതി. ഇതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പൂർ
പൂർത്തിയാവാത്ത ഏക പഞ്ചവത്സര പദ്ധതിയാണ് 5ാം പഞ്ചവത്സര പദ്ധതി. എന്താണ്? പൂർത്തിയാവാത്ത ഏക പഞ്ചവത്സര പദ്ധതിയാണ് 5ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടത് പഞ്ചവത്സര പദ്ധതിയാണ് 5ാം പഞ്ചവത്സര പദ്ധതി. പിന്നെ ഒരു ചോദ്യം വരാൻ ചാൻസ് ഉള്ളത്, ഇന്ദിരാഗാന്ധിയുടെ പ്രശസ്തമായ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്? ഏത് പഞ്ചവത്സര പദ്ധതിയാ? 5ാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. ഇതിനും വിശേഷണമുണ്ട്, ധർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. ചിലപ്പോൾ അതും ചോദ്യം വരെ, ധർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതും ചോദ്യം വരും. പഞ്ചവത്സര പദ്ധതികളുടെ വിശേഷണങ്ങൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോയിക്കോ. ഒന്നുകിൽ കൃഷിക്ക് ഊന്നൽ നൽകി, അല്ലെങ്കിൽ വിശേഷണങ്ങൾ. ഒന്നാമത്തെ ഹറോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതെന്നൊരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. മഹലനോബിസ് മാതൃക, ഈ രണ്ടെണ്ണം എന്തായാലും പഠിച്ചു വെച്ചോ. മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതെന്നും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. മഹലനോബിസ് മാതൃക അല്ലെങ്കിൽ ഹറോൾഡ് ഡോമർ മാതൃക. ഇനി അതല്ലെങ്കിൽ ഈ രണ്ട് പഞ്ചവത്സര പദ്ധതികളിൽ തന്നെ എങ്ങനെയും ചോദ്യം വരും. കൃഷിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് 1ാം പഞ്ചവത്സര പദ്ധതി. 2ാം പഞ്ചവത്സര പദ്ധതിയാണ് വ്യവസായത്തിന്. ചോദ്യം വരും, വ്യവസായത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതെന്ന് ചോദിക്കും. 3ാം പഞ്ചവത്സര പദ്ധതി ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന് ചോദിക്കും. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടത് 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇന്ദിരാഗാന്ധിയുടെ പ്രശസ്തമായ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണ്? 5ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. ക്ലിയർ? അപ്പൊ പഞ്ചവത്സര പദ്ധതി സെറ്റ്. ഓക്കെ, 10ാം പഞ്ചവത്സര പദ്ധതി ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. എന്താണ് 10ാം പഞ്ചവത്സര പദ്ധതി? കേരള മോഡൽ എന്നറിയപ്പെടുന്നു. 9 എന്താണ്? ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നു. ഓക്കെ, പിന്നെ 9ാം പഞ്ചവത്സര പദ്ധതിയുടെ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. ഒന്ന്, 9ാം പഞ്ചവത്സര പദ്ധതിയാണ് സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി. 50ാം വാർഷികത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി. പിന്നെ കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണെന്നും ചോദ്യം വരാറുണ്ട്. രണ്ടും 9 ആൻസർ വരുന്നത്. സെറ്റാണ്. അപ്പോ പഞ്ചവത്സര പദ്ധതികളിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പൊ അത് ക്ലിയർ ആണ്. ഇനി അടുത്തത് ആണവ നിലയങ്ങൾ. കൈഗ, കക്രപ്പാറ, നറോറ, അങ്ങനെ ആണവ നിലയങ്ങൾ ചോദ്യം വരും. കൈഗ ആണവ നിലയം എവിടെയാണ്? കൈഗ എവിടെയാണ്? കൈഗ കർണാടകയാണ് കേട്ടോ. കൈഗ കർണാടക. ഓക്കെ, കൈഗ കർണാടക കിട്ടുമല്ലോ. കൈഗ എവിടെയാണ്? കർണാടക. റിപ്പീറ്റ് ചെയ്യണേ, കൈഗ കർണാടക. നറോറ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്കൊരു കണക്ഷനാണ്. നറോറ ഉത്തർപ്രദേശ് ആണ് കേട്ടോ. നറോറ എന്ന് വരുന്നില്ലേ? അപ്പൊ ഉത്തർപ്രദേശാണ്. നറോറ ഉത്തർപ്രദേശാണ്. ഞാൻ ഏകദേശം പറ്റുന്നത് കണക്ട് ചെയ്തുതരാം. കൈഗ കർണാടക പഠിച്ചു വെച്ചോട്ടോ. കൈഗ കർണാടക. എന്റെ സൗണ്ട് അവിടുന്ന് വന്നോളൂ, ഞാൻ കുറെ വട്ടം പറഞ്ഞുതരാം. കൈഗ കർണാടക. കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കർണാടക. കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ചോദ്യം വരും, കർണാടക. നറോറ എവിടെയാണ്? നറോറ ഉത്തർപ്രദേശാണ്. പക്ഷെ ചോദ്യം വരാൻ നല്ല ചാൻസ് ഉള്ളതാണ് കേട്ടോ. കൈഗ കർണാടക. നറോറ ഉത്തർപ്രദേശ്. കോട്ട റാവത്ത് ഭട്ട് എവിടെയാണ്? കോട്ട ആരുടെ കോട്ട? രാജാവിന്റെ കോട്ട. കിട്ടിയില്ലേ? രാജസ്ഥാനാണ് കേട്ടോ. രാജസ്ഥാനാണ്. കോട്ട റാവത്ത് ഭട്ട് എവിടെയാണ്? രാജസ്ഥാൻ. കോട്ട റാവത്ത് ഭട്ട് ആണവ നിലയം എവിടെയാണ്? രാജസ്ഥാൻ. ചോദ്യം വരുവേ, കോട്ട റാവത്ത് ഭട്ട് ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചോദ്യം വന്നാൽ എവിടെയാണ്? രാജാവിന്റെ കോട്ട എന്നാലോചിക്കുക. രാജസ്ഥാനാണ്. അങ്ങനെ തന്നെ നമ്മൾ രാജ്ഞിയുടെ കോട്ട പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ട. അവിടെയും കിട്ടിയൊരു കോട്ട. ഓക്കെ, ശാസ്താംകോട്ട കായലാണ് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത്. അപ്പൊ ചോദ്യം വന്ന് ആലോചിക്കുക, രാജ്ഞി എവിടെയാണ് ഉണ്ടാവുക? കോട്ടയിലാണ് ഉണ്ടാവുക. അപ്പൊ കോട്ട, ശാസ്താംകോട്ട കായലാണ് കായലുകളുടെ രാജ്ഞി. ഇവിടെ എന്താ പഠിച്ചത്? കോട്ട റാവത്ത് ഭട്ട് എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഓക്കെ, കൂടംകുളം കൽപ്പാക്കം. അതിൽ ആ കൽപ്പാക്കം സിമ്പിൾ ആണ് അല്ലേ? നമ്മൾ എന്താ തമിഴിൽ പറയും? നീ ഇന്ത പക്കം വാടാ, അന്ത പക്കം പോടാ. അപ്പൊ പക്കം. ഓക്കെ, പക്കം വാ അത് വെച്ചിട്ട് കണക്ട് ചെയ്തോ കേട്ടോ. പക്കം. ഓക്കെ, കൽപ്പാക്കം, നീ ഇന്ത പക്കം വാടാ അത് വെച്ചിട്ട് പാക്കം. ആ കൽപ്പാക്കം എന്ന് കാണുമ്പോൾ നീ ഇന്ത പക്കം വാടാ അന്ത പക്കം പോടാ, അത് തമിഴാണെന്ന് കണക്ട് ചെയ്യണം. അപ്പൊ കൂടംകുളം കൽപ്പാക്കം തമിഴ്നാട്. ക്ലിയർ? ഓക്കെ, കൂടംകുളം കൽപ്പാക്കം തമിഴ്നാട്. അപ്പൊ എന്ത് ആലോചിക്കണം? പക്കം ആലോചിക്കണം. ഇന്ത പക്കം വാടാ. ഓക്കെ, പക്കം കണക്ട് ചെയ്യലോ. നീ ഇന്ത പക്കം വാടാ അന്ത പക്കം പോടാ, അല്ലെങ്കിൽ ആ പാട്ട് കണക്ട് ചെയ്തോ. പക്കം വാ അങ്ങനെ ഏതെങ്കിലുമൊക്കെ കണക്ട് ചെയ്തോ. ഓക്കെ, അപ്പൊ പക്കം എന്താണ്? ഇന്ദപക്കം, അന്തപക്കം. ഓക്കെ, പക്കത്തിലെ വാ സെമ്പകോ അതില്ലേ, എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്തോ. എന്താ? അത് തമിഴാണ്. ഓക്കെ, അപ്പൊ കൂടംകുളം കൽപ്പാക്കം എവിടെയാണ്? തമിഴ്നാടാണ് കേട്ടോ. കൂടംകുളം കൽപ്പാക്കം തമിഴ്നാട്. അത്ര പഠിച്ചു വെച്ചോ. കൈഗ കർണാടക, നറോറ ഉത്തർപ്രദേശ്, കോട്ട റാവത്ത് ഭട്ട് രാജസ്ഥാൻ, കൂടംകുളം കൽപ്പാക്കം തമിഴ്നാട്. ഓക്കെ, അപ്പൊ ഏകദേശം അതും ക്ലിയർ ആയി. ഇത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് കൈഗ എന്തായാലും പഠിച്ചു വെക്കണം. കൈഗ കർണാടക പഠിച്ചു വെച്ചോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കോട്ട റാവത്ത് ഭട്ടും നല്ല ചാൻസ് കാണുന്നുണ്ട്. കോട്ട റാവത്ത് ഭട്ട് എവിടെയാണ്? രാജാവിന്റെ കോട്ടയാണ് അല്ലെ? അപ്പൊ രാജസ്ഥാൻ. ഓക്കെ,
പിന്നെ രോഗനിർണയ ടെസ്റ്റുകൾ ഡോട്ട്സ് ടെസ്റ്റ്, പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ നമുക്ക് നോക്കാം. ഡോട്ട്സ് ടെസ്റ്റ്, ഡോട്ട്സ് ചോദ്യം വരും, ഡോട്ട്സ് ചോദ്യം വന്നു, ഇനിയും വരും. ഡോട്ട്സ് ടെസ്റ്റ് ഏതാണ്? ക്ഷയം. ഡോട്ട്സ് ടെസ്റ്റ് ക്ഷയം, ഡോട്ട്സ് ടെസ്റ്റ് ക്ഷയം. പിന്നെ ചോദ്യം വരും ഒന്നല്ലെങ്കിൽ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് അല്ലെങ്കിൽ എലീസ ടെസ്റ്റ്. രണ്ടും ഏതാണ്? എയ്ഡ്സ് ആണ് കേട്ടോ. വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞാലും ഏതാണ്? എലീസ ടെസ്റ്റ്. എലീസ വന്നാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. എങ്ങനെ കിട്ടും? എലീസ എയ്ഡ്സ പറയുമ്പോൾ ഒരേപോലെ അല്ലേ? എലീസ എയ്ഡ്സ അങ്ങനെ കണക്ട് ചെയ്യാം കേട്ടോ. എലീസ ടെസ്റ്റ് ഏതാണ്? എയ്ഡ്സ് ആണ് കേട്ടോ. ഇഷിഹാര ടെസ്റ്റ് വർണ്ണാന്തതയാണ്. ഷിക് ടെസ്റ്റ് ചോദ്യം വരും. ഷിക് ടെസ്റ്റ് ഏതാണ്? ഡിഫ്തീരിയ. ഷിക് ടെസ്റ്റ് ചോദ്യം വരും, ഡിഫ്തീരിയ ആണ്. ടൂർണിക്കറ്റ് ടെസ്റ്റ് ഏതാണ്? ഡെങ്കിപ്പനിയാണ് കേട്ടോ. ടൂർണിക്കറ്റ് ടെസ്റ്റ് ഡെങ്കിപ്പനി. ഓക്കെ, ടൂർണിക്കറ്റ് ടെസ്റ്റ് ഡെങ്കിപ്പനി. പിന്നെ ബിലുറുബിൻ ടെസ്റ്റ് ഏതാണ്? മഞ്ഞപ്പിത്തം. അപ്പൊ എങ്ങനെ ആലോചിക്കാം? മഞ്ഞ ബലൂൺ എന്നാലോചിച്ചാൽ കിട്ടുമോ? ഓക്കെ, മഞ്ഞ ബലൂൺ, ബിലു മഞ്ഞപ്പിത്തമാണ് ബിലുറുബിൻ ടെസ്റ്റ്. അപ്പൊ ബിലുറുബിൻ കണ്ട ഒരു ബലൂൺ ആയിട്ട് കണക്ട് ചെയ്യണേ. മഞ്ഞ ബലൂൺ ആണ് കേട്ടോ, മഞ്ഞ ബലൂൺ. അപ്പൊ ബിലുറുബിൻ ടെസ്റ്റ് ഏതാണ്? മഞ്ഞപ്പിത്തം. ബിലുറുബിൻ ടെസ്റ്റ് മഞ്ഞപ്പിത്തം. പാപ്സ്മിയർ ടെസ്റ്റ് ചോദ്യം വരാറുണ്ട്. ഗർഭാശയ ക്യാൻസർ ആണ് കേട്ടോ. പാപ്സ്മിയർ ടെസ്റ്റ്. അപ്പൊ കുട്ടിപ്പാപ്പ, ഗർഭാശയത്തിൽ കുട്ടി ഉണ്ടാവും, കുട്ടിപ്പാപ്പ. അപ്പൊ പാപ്സ്മിയർ ടെസ്റ്റ്. പാപ്പ എന്നത് കണക്ട് ചെയ്യണം. കുട്ടിപ്പാപ്പ, ഓക്കെ, പാപ്പ എന്നത് കണക്ട് ചെയ്യണം. കുട്ടിപ്പാപ്പ. ഓക്കെ, അപ്പൊ പാപ്സ്മിയർ ടെസ്റ്റ് ആണ് കേട്ടോ. പാപ്സ്മിയർ ടെസ്റ്റ് ഏതാണ്? കുട്ടിപ്പാപ്പ, ഗർഭാശയ ക്യാൻസർ ആണ്. പാപ്സ്മിയർ ടെസ്റ്റ് ഗർഭാശയ ക്യാൻസർ ആണ്. ഡോട്ട്സ് ടെസ്റ്റ് ഏതാണ്? കിട്ടിയല്ലോ. ഡോട്ട്സ് ക്ഷയമാണ് കേട്ടോ. ഡോട്ട്സ് ക്ഷയമാണ്. ഡോട്ട്സ് ക്ഷയം അത് റിപ്പീറ്റിംഗ് ആണ്. പിന്നെ ഇഷിഹാര ടെസ്റ്റ് വർണ്ണാന്തത. ഷിക് ടെസ്റ്റ് ഡിഫ്തീരിയ. ഷിക് ഡിഫ് അങ്ങനെ കണക്ട് ചെയ്യുക. ഒരു സൗണ്ടിന്റെ ഒരു കണക്ഷൻ വെക്കുക. ഷിക് ഡിഫ്. ഓക്കെ, അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്യുക. ഷിക് ടെസ്റ്റ് ഡിഫ്തീരിയ. പിന്നെ എലീസ എയ്ഡ്സ അത് വെച്ചിട്ട് കണക്ട് ചെയ്യുക. എലീസ ടെസ്റ്റ് ചോദ്യം വരാൻ ചാൻസ് കേട്ടോ. അല്ലെങ്കിൽ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് ഒന്നും ചോദ്യം വരും, അതും എയ്ഡ്സ് ആണ് കേട്ടോ. വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞാലും എലീസ ടെസ്റ്റ് എന്ന് പറഞ്ഞാലും ഏതാണ്? രണ്ടും എയ്ഡ്സ് ആണ്. മാമോഗ്രഫി ടെസ്റ്റ് ഏതാണ്? സ്ഥാനാർബുദമാണ് അല്ലെ? മാമോഗ്രഫി ടെസ്റ്റ് സ്ഥാനാർബുദം. അപ്പൊ എന്തൊക്കെ പഠിച്ചു? മാമോഗ്രഫി, സ്ഥാനാർബുദം. പാപ്സ്മിയർ ടെസ്റ്റ് കുട്ടിപ്പാപ്പ, ഗർഭാശയം എന്നുള്ളത് കണക്ട് ചെയ്യാനാണ്. ഗർഭാശയ ക്യാൻസർ ആണ്. അപ്പൊ കുട്ടിപ്പാപ്പ എന്ന് കണക്ട് ചെയ്യുക, ഗർഭം വെച്ചിട്ട് കുട്ടിപ്പാപ്പ. പാപ്സ്മിയർ ടെസ്റ്റ് എയ്ഡ്സ, എലീസ അല്ലെങ്കിൽ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. ഡോട്ട്സ് ടെസ്റ്റ് ക്ഷയം. ഷിക് ടെസ്റ്റ് ഡിഫ്തീരിയ. ബിലുറുബിൻ, ബലൂൺ അല്ലെ? മഞ്ഞ ബലൂൺ, മഞ്ഞപ്പിത്തം. പിന്നെ പാപ്സ്മിയർ കിട്ടി. മഞ്ഞ ബലൂൺ, പാപ്സ്മിയർ ടെസ്റ്റ്. ഓക്കെ, മഞ്ഞ ബലൂൺ അല്ല, മഞ്ഞ ബലൂൺ ഏതാണ്? ബിലുറുബിൻ ടെസ്റ്റ് ആണ്. പാപ്സ്മിയർ ടെസ്റ്റ് കുട്ടിപ്പാപ്പാന്ന് ആലോചിക്കുക. അപ്പൊ ഏകദേശം രോഗനിർണയ ടെസ്റ്റുകളും ക്ലിയർ ആയില്ലേ? അപ്പൊ ചോദ്യം വരും കേട്ടോ. ഡോട്ട്സ് ടെസ്റ്റ് ഇനിയും ചോദ്യം വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഓക്കെ, വർണ്ണാന്തത ഏതാണ്? ഇഷിഹാര ടെസ്റ്റ് വർണ്ണാന്തത. റോസ് ബംഗാൾ ടെസ്റ്റ് ചോദ്യം വന്നാൽ അത് മാലക്കണ്ണാണ് കേട്ടോ. റോസ് ബംഗാൾ ടെസ്റ്റ് ഏതാണ്? മാലക്കണ്ണ്. അതുവരെ ഒന്ന് പഠിച്ചു നോക്കുക കേട്ടോ. നമുക്ക് അടുത്തത് നോക്കാം. സംഘടനകൾ, സ്ഥാപകർ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട സംഘടനകൾ, അതായത് SNDP, അതുപോലെ തന്നെ സാധുജന പരിപാലന സംഘം, ആത്മവിദ്യാ സംഘം, വാഗ്ബടാനന്ദൻ, അങ്ങനെ ഓരോന്നും നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഇന്ത്യയുമായി ബന്ധപ്പെട്ട, അതായത് ഇന്ത്യൻ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട കുറച്ച് സംഘടനകളുണ്ട്. ഈ സംഘടനകൾ എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൽ ആദ്യം ആത്മീയ സഭ സ്ഥാപിച്ചത് ആരാണ്? ആത്മീയ സഭ സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. പഠിച്ചു വെച്ചോ. ആത്മീയ സഭ ആരാണ്? രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജം, രാജാറാം മോഹൻ റോയ്. ഏതൊക്കെയാണ്? ആത്മീയ സഭ, ബ്രഹ്മസമാജം എന്നിവ രാജാറാം മോഹൻ റോയ് ആണ്. ഏതൊക്കെയാണ്? ആത്മീയ സഭ, ബ്രഹ്മസമാജം ചോദ്യം പ്രതീക്ഷിച്ചു പോയിക്കോ. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ് ആണ്. ബ്രഹ്മസമാജം. പിന്നെ രാമകൃഷ്ണ മിഷൻ ചോദ്യം വരും. ഓക്കെ, രാമകൃഷ്ണ മിഷൻ.
രാമകൃഷ്ണ മിഷൻ. ആരാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്? ആരാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്? ആരാണ്? സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദൻ. പിന്നെ അതുപോലെ തന്നെ ചോദ്യം വരും, അലിഗഡ് പ്രസ്ഥാനം ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് അല്ലെ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് അലിഗഡ് പ്രസ്ഥാനം. ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അലിഗഡ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആര്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അല്ലെങ്കിൽ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്, രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആര്? ആരാണ്? അത് സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ. ഇനി സ്വാമി ദയാനന്ദ സരസ്വതി. ഏതൊക്കെ പഠിക്കണം? ശുദ്ധി പ്രസ്ഥാനം, പിന്നെ ഏതാണ്? അതുപോലെ തന്നെ ആര്യ സമാജം അല്ലെ. ആര്യ സമാജം, അതുപോലെ തന്നെ ശുദ്ധി പ്രസ്ഥാനം. ഇത് രണ്ടും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ശുദ്ധി പ്രസ്ഥാനം, ആര്യ സമാജം രണ്ടും സ്വാമി ദയാനന്ദ സരസ്വതി. ശുദ്ധി പ്രസ്ഥാനം, ആര്യ സമാജം രണ്ടും ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ ആണ് കേട്ടോ. പഠിച്ചു വെക്കേണ്ടത് രാമകൃഷ്ണ മിഷൻ ആണ്. രാമകൃഷ്ണ മിഷൻ, സ്വാമി വിവേകാനന്ദൻ. പിന്നെ പ്രാർത്ഥനാ സമാജം ചോദ്യം വരാറുണ്ട്. പ്രാർത്ഥനാ സമാജത്തിന്റെ നമ്മൾ എങ്ങനെ പഠിച്ചു? ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അല്ലെ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്ന് പഠിച്ച പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ് ആൻസർ കിട്ടും. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. അപ്പൊ അതും ക്ലിയർ ആയി. ഓക്കെ, പ്രാർത്ഥിക്കുക. എങ്ങനെ പ്രാർത്ഥിക്കണം? ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അപ്പൊ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. ഈ കുറച്ചെണ്ണം മാത്രം ഒന്ന് പഠിച്ചു വെക്കോ. ഏതൊക്കെ പഠിച്ചു? ആത്മീയ സഭ ബ്രഹ്മ സമാജം രാജാറാം മോഹൻ റോയ്. ആത്മീയ സഭ ചോദ്യം വരും. ബ്രഹ്മ സമാജം എന്തായാലും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ബ്രഹ്മ സമാജം രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ. ബ്രഹ്മ സമാജം രാജാറാം മോഹൻ റോയ് ആണ്. പിന്നെ ആര്യ സമാജവും ശുദ്ധി പ്രസ്ഥാനം രണ്ടും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സ്വാമി വിവേകാനന്ദന്റേതാണ് രാമകൃഷ്ണ മിഷൻ. പിന്നെ പ്രാർത്ഥനാ സമാജം ചോദ്യം വന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പൊ ആത്മാറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജത്തിന്റെ സ്ഥാപകൻ. ഓക്കെ, പിന്നെ സത്യശോധക് സമാജ് ചോദ്യം വരും. അതെങ്ങനെ ആലോചിച്ചാൽ മതി? സത്യം പറയടാ ഫൂലെ എന്നാലോചിച്ചാൽ മതി അല്ലെ. സത്യം പറയടാ ഫൂലെ അല്ലെ, അങ്ങനെ ആലോചിച്ചാൽ കിട്ടും. സത്യം പറയടാ ഫൂലെ. ഓക്കെ, സത്യശോധക് സമാജ് ജ്യോതിറാവു ഫൂലെയാണ് കേട്ടോ. ജ്യോതിറാവു ഫൂലെയാണ് സത്യശോധക് സമാജിന്റെ സ്ഥാപകൻ. ഇത്രയും സംഘടനകൾ എന്തായാലും പഠിച്ചു വെക്കണം. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് പത്രങ്ങളും സ്ഥാപകരും. അപ്പൊ ആദ്യം ഏത് പഠിക്കണം? ഹരിജൻ. ആരുടെയാണ്? ഹരിജൻ. ഹരിജൻ, ഹരിജൻ ആരുടേതാണ്? ഹരിജൻ മഹാത്മാഗാന്ധിയുടേതാണ് അല്ലെ. ഹരിജൻ ഗാന്ധിജി. ഹരിജൻ, യങ് ഇന്ത്യ, പിന്നെ ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ, ഇതൊക്കെ മഹാത്മാഗാന്ധിയുടേതാണ്. ഏതൊക്കെയാണ്? ഹരിജൻ, യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ, ഇതൊക്കെ ആരുടേതാണ്? മഹാത്മാഗാന്ധി. അപ്പൊ പത്രങ്ങളും സ്ഥാപകരും എന്നുള്ള ഭാഗത്ത് മഹാത്മാഗാന്ധി ഒരു ചോദ്യം പ്രതീക്ഷിക്കണം. ഏതൊക്കെയാണ്? ഹരിജൻ പത്രത്തിന്റെ സ്ഥാപകനായിരുന്നോ? ഹരിജൻ, യങ് ഇന്ത്യ, നവജീവൻ, ഇന്ത്യൻ ഒപ്പീനിയൻ, ഇതൊക്കെ ആരുടെ പത്രങ്ങളാണ്? മഹാത്മാഗാന്ധിയുടെ പത്രങ്ങളാണ്. ഹരിജൻ, യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ, പിന്നെ ഏതാണ്? നവജീവൻ, ഇതൊക്കെ മഹാത്മാഗാന്ധിയുടെ പത്രങ്ങളാണ്. യങ് ഇന്ത്യ ആണ് മഹാത്മാഗാന്ധി. കൺഫ്യൂഷൻ വരെ. യങ് ഇന്ത്യ എന്നത് മഹാത്മാഗാന്ധിയുടെ പത്രമാണ്. ന്യൂ ഇന്ത്യ ആരുടേതാണ്? ആനി ബസന്റ്. ന്യൂ ഇന്ത്യ, കോമൺവീൽ രണ്ടും ആനി ബസന്റ് സ്ഥാപിച്ച പത്രങ്ങളാണ്. ന്യൂ ഇന്ത്യ, കോമൺവീൽ ആരുടെ പത്രങ്ങളാണ്? ആനി ബസന്റ്. അപ്പൊ ന്യൂ ഇന്ത്യ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആര് എന്ന് ചോദ്യം വന്ന ആരാണ്? ആനി ബസന്റ് ആണ് കേട്ടോ. ആനി ബസന്റ് ആണ് ന്യൂ ഇന്ത്യ എന്ന പത്രത്തിന്റെ സ്ഥാപകം. ഓക്കെ, ന്യൂ ഇന്ത്യ, ന്യൂ ഇന്ത്യ. യങ് ഇന്ത്യ ആണ് ആര്? മഹാത്മാഗാന്ധി. ഹരിജൻ, യങ് ഇന്ത്യ, നവജീവൻ, ഇന്ത്യൻ ഒപ്പീനിയൻ, ഇതൊക്കെ മഹാത്മാഗാന്ധി. ന്യൂ ഇന്ത്യ, കോമൺവീൽ രണ്ടും ആരുടേതാണ്? ആനി ബസന്റ്. ആനി ബസന്റിന്റേതാണ്. ഓക്കെ, ഈ രണ്ടെണ്ണം ആരുടേതാണ്? ആനി ബസന്റിന്റേതാണ്. പിന്നെ സംവാദ് കൗമുദി, റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. സംവാദ് കൗമുദി, മിറാത്ത് ഉൽ അക്ബർ. സംവാദ് കൗമുദി, മിറാത്ത് ഉൽ അക്ബർ, ഇത് രണ്ടും ആരുടേതാണ്? രാജാറാം മോഹൻ റോയ്. സംവാദ് കൗമുദി, മിറാത്ത് ഉൽ അക്ബർ, രാജാറാം മോഹൻ റോയ്. സംവാദ് കൗമുദി, മിറാത്ത് ഉൽ അക്ബർ രണ്ടും രാജാറാം മോഹൻ റോയ്. സംവാദ് കൗമുദി, മിറാത്ത് ഉൽ അക്ബർ ആരുടേതാണ്? രാജാറാം മോഹൻ റോയ്. മറാത്ത കേസരി, സിമ്പിൾ. മറാത്ത കേസരി എന്നറിയപ്പെടുന്നത് ആരാ? ബാലഗംഗാധര തിലകാണ്. ഓക്കെ, അപ്പൊ മറാത്ത കേസരി എന്നീ പത്രങ്ങളുടെ സ്ഥാപകൻ ബാലഗംഗാധര തിലക്. അപ്പൊ മറാത്ത കേസരി എന്നീ പത്രങ്ങളുടെ സ്ഥാപകൻ ആരാണ്? ബാലഗംഗാധര തിലക്. ചോദ്യം വരും, മറാത്ത എന്ന പത്രത്തിന്റെ സ്ഥാപകനായിരുന്നു അല്ലെങ്കിൽ കേസരി പത്രത്തിന്റെ സ്ഥാപകനായിരുന്നു? ചോദ്യം വന്ന ബാലഗംഗാധര തിലകാണ്. അപ്പൊ മറാത്ത, കേസരി, ബാലഗംഗാധര തിലക്. അപ്പൊ ഏതൊക്കെ പഠിച്ചു? ഹരിജൻ, യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ, ഇതൊക്കെ ആരുടേതാണ്? ഇതൊക്കെ മഹാത്മാഗാന്ധിയുടെ. ന്യൂ ഇന്ത്യ, കോമൺവീൽ, ആനി ബസന്റിന്റേതാണ്. പിന്നെ
ഏതാണ്? സംവാദ് കൗമുദി, മിറാത്തുൽ അക്ബർ. ഇത് രണ്ടും ആരുടേതാണ്? ഇത് രണ്ടും രാജാറാം മോഹൻ റോയുടേതാണ്. മറാത്ത കേസരി ആരുടേതാണ്? ബാലഗംഗാധര തിലക്. ഇത്രയും ഒന്ന് എന്തായാലും അറിഞ്ഞിരിക്കുക. ഇത്രയും പത്രങ്ങളുടെ എന്തായാലും അറിഞ്ഞിരിക്കുക. ഇത്രയും പത്രങ്ങളിൽ നിന്ന് മേ ബി ചോദ്യം വരാൻ നല്ല ചാൻസ് ഉണ്ട്. പത്രങ്ങൾ ചോദിക്കണം. പിന്നെ ഒരു പത്രം, സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരെന്ന് ചോദ്യം വരും കേട്ടോ. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരെന്ന് ചോദ്യം വന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള അല്ല. ഓക്കെ, അതല്ല തന്നെ പഠിച്ചു വെച്ചോ. സ്വദേശാഭിമാനി പത്രമായിട്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളക്ക് ബന്ധമുണ്ട്, ബന്ധമല്ലാന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. അങ്ങനെ പഠിച്ചു വെക്കുക. ഓക്കെ, സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ചോദ്യം വന്ന കൺഫ്യൂഷൻ ആക്കാനാണ് ഓപ്ഷൻ എയിൽ ആരെ കൊടുക്കുന്നത്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ കൊടുക്കുന്നത്. ആരാണ് അതിന്റെ സ്ഥാപകൻ? സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കേട്ടോ. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ. അപ്പൊ അതും ക്ലിയർ ആയി. ഓക്കെ, അപ്പൊ അതുവരെ ക്ലിയർ അല്ലേ? പത്രങ്ങളും സ്ഥാപകരും സംഘടനകരും സ്ഥാപകരും ക്ലിയർ ആയിക്കണം കേട്ടോ. ഇനി അടുത്തത് ബംഗാൾ വിഭജനം. ബംഗാൾ വിഭജനം എന്തായാലും ഒന്ന് പ്രതീക്ഷിച്ചു പോയിക്കോ. ഈ വർഷമാവും ചോദിക്കാൻ ചാൻസ്. ബംഗാൾ വിഭജനം നടന്ന വർഷം എന്നൊരു ചോദ്യം വരും. ബംഗാൾ വിഭജനം നടന്ന വർഷം എപ്പോഴാണ്? 1905. ബംഗാൾ വിഭജനം നടന്ന വർഷം ചോദ്യം വന്ന 1905 ബംഗാൾ വിഭജനം നടന്നത്. ബംഗാൾ വിഭജനം 1905. ബംഗാൾ വിഭജനം 1905. ബംഗാൾ വിഭജനം നടത്തിയത് ആരെന്ന് ചോദ്യം വരും. ആരാണ്? കഴ്സൺ പ്രഭു ആണ് കേട്ടോ. കഴ്സൺ പ്രഭു. ഓക്കെ, കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത്. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ആരാണ്? കഴ്സൺ പ്രഭുവാണ്. ആരാണ്? കഴ്സൺ പ്രഭുവാണ്. ഇത് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി ആരെന്ന് ചോദ്യം വന്ന ആരാണ്? കഴ്സൺ പ്രഭുവാണ്. എന്നാൽ ബംഗാൾ വിഭജനം നിർത്തലാക്കിയത് ആരാണ്? ഹാർഡിഞ്ച് പ്രഭു അല്ലെങ്കിൽ ഹാർഡിഞ്ച് രണ്ടാമനാണ് കേട്ടോ. ഹാർഡിഞ്ച് പ്രഭുവാണ് ബംഗാൾ വിഭജനം നിർത്തലാക്കിയത്. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രസ്ഥാനം ഏതെന്ന് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. സ്വദേശി പ്രസ്ഥാനം. ഏതാണ്? സ്വദേശി പ്രസ്ഥാനമാണ് ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രസ്ഥാനം. അപ്പൊ ബംഗാൾ വിഭജനം ഒരു ചോദ്യം എന്തായാലും പ്രതീക്ഷിച്ചു പോയിക്കോട്ടോ. ബംഗാൾ വിഭജനം ഒരു ചോദ്യം എന്തായാലും പ്രതീക്ഷിച്ചു പോയിക്കോ. ഓക്കെ, എന്താണ് ബംഗാൾ വിഭജനം നടന്ന വർഷം ആദ്യം പഠിച്ചു വെക്കുക. 1905 ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നിർത്തലാക്കിയത് ആരാന്ന് ചോദിച്ചാൽ ഹാർഡിഞ്ച് പ്രഭു അല്ലെങ്കിൽ ഹാർഡിഞ്ച് രണ്ടാമൻ. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക. ഓക്കെ ഓക്കെ അടുത്തത് ദുഃഖങ്ങൾ നോക്കാം. ആദ്യം ബംഗാളിന്റെ ദുഃഖം. ബംഗാളിന്റെ ഓക്കെ, ബംഗാളിന്റെ ദുഃഖം ഏതാണ്? ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന ദുഃഖം നീ അവിടെ കൊടുത്തത് നദികളാട്ടോ. ദുഃഖങ്ങൾ ചോദ്യം വരാറുണ്ട്. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ഏതാണ്? ബംഗാളിന്റെ ദുഃഖം ദാമോദർ നദിയാണ്. ബംഗാളിന്റെ ദുഃഖം ദാമോദർ നദി. ബീഹാറിന്റെ ദുഃഖമാണ് കോസി. ബീഹാറിന്റെ ദുഃഖമാണ് കോസി. ബംഗാളിന്റെ ദുഃഖം ദാമോദർ, ബീഹാറിന്റെ ദുഃഖം കോസി. പിന്നെ ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നതാണ് മഹാനദി. ഒഡീഷയുടെ ദുഃഖം മഹാനദി. അസമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നതാണ് ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്രയാണ് അസമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ നദിയാണ്. ബീഹാറിന്റെ ദുഃഖമാണ് കോസി. പിന്നെ ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നതാണ് മഹാനദി. അസമിന്റെ ദുഃഖമാണ് ബ്രഹ്മപുത്ര. ചുവന്ന നദി എന്നറിയപ്പെടുന്നതും ചോദ്യം വരാറുണ്ട്. ഏതാണ്? ബ്രഹ്മപുത്ര. അപ്പൊ ദുഃഖങ്ങൾ എന്തായാലും ഒന്ന് പഠിച്ചു വെച്ചോ. ഓക്കെ, ദുഃഖം വന്നാൽ ഞാൻ ഇതിന് കണക്ട് ചെയ്താണ് കേട്ടോ. ഓക്കെ, ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ നദിയാണ്. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസി നദിയാണ്. പിന്നെ ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ്. അസമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് എന്നാണ്? അസമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. ഓക്കെ, ഇനി അടുത്തത് ചോദ്യം വരാൻ ചാൻസ് ഉള്ളത് അർദ്ധഗംഗ, പാതാളഗംഗ. അർദ്ധഗംഗ ഈ രീതിയിലും ചോദ്യം വരും. അർദ്ധഗംഗ, പാതാളഗംഗ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? അത് കൃഷ്ണ നദിയാണ് കേട്ടോ. അർദ്ധഗംഗ എന്നും പാതാളഗംഗ എന്നും അറിയപ്പെടുന്നത് ഏതാണ്? കൃഷ്ണ നദിയാണ്. അർദ്ധഗംഗ, പാതാളഗംഗ രണ്ടും ഏതാണ്? കൃഷ്ണ നദിയാണ്. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നതാണ് ഗോദാവരി. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. ഉപദ്വീപീയ നദികളിൽ അതൊരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏത് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് ഗോദാവരിയാണ്. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് ഏത്? കാവേരി. അപ്പോ അർദ്ധഗംഗ, പാതാളഗംഗ കൃഷ്ണ, ദക്ഷിണ ഗംഗ കാവേരി, അർദ്ധഗംഗ പാതാളഗംഗയാണ് കേട്ടോ കൃഷ്ണ. എന്തെങ്കിലും മാറി പറഞ്ഞ പറയില്ല. വൃദ്ധഗംഗ ഗോദാവരിയാണ് കേട്ടോ. വൃദ്ധഗംഗ ഗോദാവരി, അർദ്ധഗംഗ
പാതാള ഗംഗ കൃഷ്ണ, ദക്ഷിണ ഗംഗ കാവേരി. അത്രയും ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ, നദികളുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പോൾ ദുഃഖങ്ങളാണ്, ദുഃഖങ്ങളും പിന്നെ ഗംഗ എന്നുള്ള പരാമർശമുള്ള നദികളുമാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, പിന്നെ അടുത്തത് നവറോജി, ദാദാഭായ് നവറോജി, ബാലഗംഗാധര തിലക്, പിന്നെ ആരാണ്? പട്ടേൽ. ഏത് പട്ടേൽ? സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, ഈ മൂന്നും പഠിച്ചു വെക്കണം. ഒന്നാമതായിട്ട് ദാദാഭായ് നവറോജി. എന്ത് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്? ഒന്ന്, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് ചോദ്യം വരും. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ് എന്നോ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നൊക്കെ ചോദ്യം വന്ന ആരാണ്? അത് ദാദാഭായ് നവറോജിയാണ്. അദ്ദേഹമാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ അതൊരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരെന്നൊരു ചോദ്യം വരും. അല്ലെങ്കിൽ പിന്നെ ഏതാണ് ഇപ്പൊ പറഞ്ഞത്? ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെന്നും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ INCക്ക് ആ പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് കേട്ടോ. INCക്ക് ആ പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് ദാദാഭായ് നവറോജി. എങ്കിലും ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യം ഞാൻ പറഞ്ഞുതരാം. ഈ ചോദ്യം പ്രതീക്ഷിച്ച് പോയിക്കോ. ഞാൻ ഇപ്പൊ 2 ക്ലാസ്സിലായിട്ട് റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു, അത്രയും ചാൻസ് ഉണ്ട്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ദാദാഭായ് നവറോജി. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാണ് ആര്? നമ്മൾ നേരത്തെ പഠിച്ച M വിശ്വേശ്വരയ്യ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ദാദാഭായ് നവറോജി. അല്ലെങ്കിൽ ഒരു ചോദ്യം വരും, ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. ഇത് രണ്ടും പഠിച്ചു വെച്ചോ. ഒന്നുകിൽ ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദ്യം വരും, അല്ലെങ്കിൽ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരെന്ന് ചോദ്യം വരും. രണ്ടും ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഓക്കെ, പിന്നെ ഒരുപാട് പഠിക്കാണ്ട്. INCയിൽ ഏറ്റവും കൂടുതൽ ആദ്യമായി അധ്യക്ഷനായത്, അല്ലെങ്കിൽ INCയിൽ ആദ്യം 3 തവണ അധ്യക്ഷനായ വ്യക്തി, അങ്ങനെ ഒരുപാട് അവിടെ പഠിക്കാണ്ട്. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് പോകുന്നില്ല, അത്ര പഠിച്ചു. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത്. ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ പിതാവ് കേട്ടോ, ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരെന്നൊരു ചോദ്യം വരും. ആരാണ്? ദാദാഭായ് നവറോജിയാണ്. പിന്നെ ഇത് ആരാണ്? ബാലഗംഗാധര തിലക്. ലോകനായകൻ നമ്മൾ നേരത്തെ പഠിച്ചു, ജയപ്രകാശ് നാരായണനാണ്. ജയപ്രകാശ് നാരായണനാണ് ലോകനായകൻ എന്നറിയപ്പെടുന്നത്. ലോകമാന്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലകാണ് ലോകമാന്യ എന്നറിയപ്പെടുന്നത്. അദ്ദേഹമാണ് ഇന്ത്യൻ അശാന്തിയുടെ പിതാവ്, ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ്, പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിൽ കുഴപ്പങ്ങളുടെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചതും ആരെയാണ്? അതും ബാലഗംഗാധര തിലകനാണ്. ഇന്ത്യയുടെ കിരീടം വെക്കാത്ത രാജകുമാരൻ എന്നറിയപ്പെടുന്നതും ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലകിന്റെ അത്രയും വിശേഷണങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഏതൊക്കെയാണ്? ഇന്ത്യയിൽ കുഴപ്പങ്ങളുടെ പിതാവ്, അതുപോലെ തന്നെ ഇന്ത്യൻ അശാന്തിയുടെ പിതാവ്, ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ്, മറാത്ത കേസരി നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ? മറാത്ത കേസരി എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചതും ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലക് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ആരാണ്? ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലകാണ് സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും. ആരുടെ വാക്കുകളാണ്? ബാലഗംഗാധര തിലകന്റെ വാക്കുകളാണ്. പിന്നെ INCനെ കുറെ കളിയാക്കിയിട്ടൊക്കെ ഉണ്ട് അല്ലെ? INCനെ പരിഹസിച്ചുകൊണ്ട് വർഷത്തിലൊരിക്കൽ മണ്ഡുകങ്ങളെ പോലെ ഇങ്ങനെ കരഞ്ഞിട്ട് ഒന്നും നേടാനാകില്ല അല്ലെ എന്ന് പറഞ്ഞത് ആരാണ്? അത് ബാലഗംഗാധര തിലകനാണ്. വർഷത്തിലൊരിക്കൽ മണ്ഡുകങ്ങളെ പോലെ ഇങ്ങനെ കരഞ്ഞിട്ട് ഒന്നും നേടാനാകില്ല എന്ന് പറഞ്ഞത് INCയുടെ വാർഷിക സമ്മേളനങ്ങളെ കളിയാക്കിയതാണ് കേട്ടോ. ഓക്കെ, എന്താണ് പറഞ്ഞത്? വർഷത്തിലൊരിക്കൽ മണ്ഡുകങ്ങളെ പോലെ അല്ലെങ്കിൽ തവളകളെ പോലെ ഒക്കെ കൊടുക്കും. എങ്ങനെയാണോ കൊടുക്കുന്നത് മനസ്സിലാക്കുക. വർഷത്തിലൊരിക്കൽ മണ്ഡുകങ്ങളെ പോലെ ഇങ്ങനെ കരഞ്ഞിട്ട് ഒന്നും നേടാനാകില്ല എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകാണ്. പിന്നെ സർദാർ വല്ലഭായ് പട്ടേൽ, നമ്മുടെ പട്ടേൽ, സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത്. അപ്പൊ അത് ചോദ്യം വരും. മൗലികാവകാശങ്ങളുടെ ശില്പി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദ്യം വരും. രണ്ടും ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നും അറിയപ്പെടുന്നത്. അപ്പോൾ മൗലികാവകാശങ്ങളുടെ ശില്പി ആര് എന്നൊരു ചോദ്യം വരും. അല്ലെങ്കിൽ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആര് എന്നൊരു ചോദ്യം വരും. മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേലാണ്. സംരക്ഷകൻ സുപ്രീം കോടതിയാണ് കേട്ടോ. അത്രയും നവറോജി, തിലക്, പട്ടേൽ ഇവരുമായി ബന്ധപ്പെട്ട അത്രയെങ്കിലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഇനിയും ഒരുപാട് ശരിക്കും ഇവരെ കുറിച്ച് കുറെ പഠിക്കാണ്ട്. ഓക്കെ, എങ്കിലും ഇതൊന്ന് അറിഞ്ഞു വെക്കുക. പിന്നെ ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ ബാലഗംഗാധര തിലക്. ആനി ബെസന്റും ബാലഗംഗാധര തിലകും ഹോം റൂൾ പ്രസ്ഥാനം, അതും ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക.
ഹോം റൂൾ പ്രസ്ഥാനം എന്ന് ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ ഓപ്ഷനിൽ ഇതിൽ ആരാളുള്ളത് നോക്കാം. ആനി ബസന്റ് ആണോ ബാലഗംഗാധര തിലകാണോ, അല്ലെങ്കിൽ രണ്ടാളെയും കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടാളെയും ആൻസർ ചെയ്യുക. ഹോം റൂൾ പ്രസ്ഥാനം ഇവർ രണ്ടും ആളുമായിട്ട് കണക്റ്റഡ് ആണ്, ബാലഗംഗാധര തിലകും ആനി ബസന്റ്. പിന്നെ ആനി ബസന്റ് എന്തായാലും അറിയേണ്ട ഒരു കാര്യം എന്താണ്, INC നമുക്ക് കഴിഞ്ഞാൽ ചോദ്യം വന്നിട്ടില്ല അല്ലെ. INCയുടെ ആദ്യ വനിതാ അധ്യക്ഷ അല്ലെങ്കിൽ INC അധ്യക്ഷയായ ആദ്യ വനിതയാണ് ആനി ബസന്റ്. ആദ്യ ഇന്ത്യൻ വനിത ചോദ്യം വന്നാലാണ് സരോജിനി നായിഡു. ഓക്കെ, സരോജിനി നായിഡു ആണ് ആദ്യ ഇന്ത്യൻ വനിത. ആദ്യം അധ്യക്ഷയായ വനിത എന്ന് ചോദ്യം വന്നാൽ അത് ആനി ബസന്റ് ആണ്. അപ്പൊ ഇവരും ഏകദേശം ക്ലിയർ ആയി. ഓക്കെ, പിന്നെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് എന്നൊരു ചോദ്യം വരും. 1946 ഡിസംബർ 6-നാണ് കേട്ടോ. ഡിസംബർ 6-ന്, ഇതൊന്ന് ശ്രദ്ധിക്കണേ, ഡിസംബർ 6-ന് രൂപീകൃതമായതാണ്. ആദ്യം വേണ്ടത് ഇതൊന്ന് രൂപീകരിക്കുകയാണ്, അതിനുശേഷമാണ് ആദ്യ സമ്മേളനം നടക്കുക. അപ്പൊ ഡിസംബർ 6-ന് രൂപീകൃതമായി, ഡിസംബർ 9-ന് ആദ്യ സമ്മേളനം നടന്നു. ഓക്കെ, ഡിസംബർ 6-നാണ് 1946 ഡിസംബർ 6-നാണ് എന്ത് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമായത്. ആദ്യ സമ്മേളനം നടന്നത് ചോദ്യം വരികയാണെങ്കിൽ മാത്രം ഡിസംബർ 9-ലേക്ക് പോവുക. എന്നാണ് രൂപീകൃതമായത് എന്നുള്ളതിന്റെ ആൻസർ ആണ് ഡിസംബർ 6. ഓക്കെ, അപ്പൊ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഈ ഡേറ്റ് എന്തായാലും പഠിച്ചു വെക്കണം. പിന്നെ ഒരു ഡേറ്റ് ഉണ്ട്, ഡിസംബർ 13, 1946 ഡിസംബർ 13 നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. അപ്പൊ ചോദ്യം വരും, ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആര് എന്നൊരു ചോദ്യം വരും കേട്ടോ. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആര് എന്ന് ചോദ്യം വന്നാൽ അത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ജവഹർലാൽ നെഹ്റു ആണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. അതൊരു ചോദ്യം വരും. ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. അപ്പൊ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ. ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ആമുഖം ഭേദഗതി ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. 1976-ലാണ് 42-ാം ഭേദഗതി. ആമുഖം ഒരേ ഒരു തവണ, ഒറ്റ തവണ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അത് 42-ാം ഭേദഗതിയാണ്. 1976 76 കണക്ട് ചെയ്യാനാണ് 4+2 6 76. 44-ാം ഭേദഗതി ഞാൻ പറഞ്ഞുതരാണ്ട്. 4+4 78, 1978. 4+4 8, ഇവിടെ 4+4 6. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. 4+2 6, 4+4 8 കേട്ടോ. അപ്പൊ 4+2 6. അപ്പൊ 1976 കണക്ട് ആവും. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് ഏത്? 42-ാം ഭേദഗതി. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക, ചിലപ്പോൾ അങ്ങനെ തന്നെ ചോദ്യം വരും. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏത് എന്ന് ചോദ്യം വരും. പിന്നെ ഒരു ചോദ്യം വരും, സ്വത്തവകാശം, അതായത് താഴെ കൊടുത്തിരിക്കുന്നതിൽ മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏതെന്നൊരു ചോദ്യം കണ്ടത് ഓപ്ഷൻ വായിക്കാതെ തന്നെ ഉത്തരം ഉറപ്പിച്ചു. അത് സ്വത്തവകാശമാണ്. കാരണം മുമ്പൊരിക്കൽ അത് സ്വത്തവകാശം ഒരു മൗലികാവകാശമായിരുന്നു, നിലവിൽ അതൊരു നിയമാവകാശമാണ്. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്നതിൽ മൗലികാവകാശങ്ങളിൽ പെടാത്തത് ഏതെന്ന് ചോദ്യം വന്നാൽ ഉറപ്പിച്ചോ അത് സ്വത്തവകാശത്തിനെ പറ്റിയുള്ള ചോദ്യമാണ്. ഓക്കെ, സ്വത്തവകാശം നിലവിൽ എന്താണ്? ഒരു നിയമാവകാശമാണ്. 44-ാം ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത്. അതുകൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത് 44-ാം ഭേദഗതി. അപ്പൊ ഈ രണ്ട് ഭേദഗതിയുടെയും വർഷം എന്തായാലും കിട്ടണം കേട്ടോ. 42-ഉം 44-ഉം ചിലപ്പോൾ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഭേദഗതികൾ എന്ന ആശയം കടം കൊണ്ടത് എവിടെ നിന്നാണ്? ഭേദഗതികൾ എന്ന ആശയം കടം കൊണ്ടത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. റിട്ടുകൾ ചിലപ്പോൾ ചോദ്യം വരുവേ. റിട്ടുകൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ റിട്ട് ബ്രിട്ടനിൽ നിന്നാണ്. ആമുഖം കടം കൊണ്ടത് അമേരിക്ക. ആമുഖം ഇങ്ങനെ എഴുതും, AM ആമുഖം. ഓക്കെ, AM അമേരിക്ക, AM അങ്ങനെ കണക്ട് ചെയ്താൽ മതി. അമേരിക്ക, ആമുഖം അമേരിക്ക, രണ്ടും AM ആയിട്ട് കണക്റ്റഡ് ആണ്. അല്ലെങ്കിൽ ആമുഖം, രണ്ടിലും ആയും മായും ഉണ്ട്. അമേരിക്കയിലും ഓക്കെ, ആ മ അങ്ങനെ കണക്ട് ചെയ്താൽ മതി. എങ്ങനെയെങ്കിലും കണക്ട് ചെയ്ത് വെക്കുക. ആമുഖം അമേരിക്ക, ആമുഖം അമേരിക്ക, റിട്ട് ബ്രിട്ടൻ, ടേട്ട എന്ന് കണക്ട് ചെയ്യുക. റിട്ട് ബ്രിട്ടൻ അതും കിട്ടും. നിർദ്ദേശക തത്വങ്ങളാണ് അയർലാൻഡ്. നിർദ്ദേശക തത്വങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? അയർലാൻഡിൽ നിന്നാണ്. പിന്നെ ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്, ഭരണഘടനയിലെ ഭാഗം 3 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഭരണഘടനയിലെ ഭാഗം 3. ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങളും 4A ആണ് മൗലിക കടമകൾ. ഓക്കെ, ഭരണഘടനയിലെ ഭാഗം 4A അല്ലെങ്കിൽ ആർട്ടിക്കിൾ 51A ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതെന്ന് ചോദ്യം വന്ന 51A-യും ഇത് ഏത്, അതായത് ഭാഗം ഏതെന്ന് ചോദ്യം വന്ന 4A-യും. ഇത്രയും എന്തായാലും ഒന്ന് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ബേസിക് ആയിട്ട് ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ,
ഏക പൗരത്വം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് കേട്ടോ. ഏക പൗരത്വം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നതും ബ്രിട്ടനിൽ നിന്നാണ്. ദ്വിപൗരത്വം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഏതാണ്? LM സിംഗ്വി കമ്മിറ്റിയാണ്. ദ്വിപൗരത്വം, ഏക പൗരത്വം എന്ന ആശയം കടം കൊണ്ടത് ബ്രിട്ടനിൽ നിന്നും, ദ്വിപൗരത്വം എന്ന ആശയം മുന്നോട്ട് വെച്ചത് എന്ന് ചോദ്യം വരികയാണെങ്കിൽ അതേതാണ്? LM സിംഗ്വി കമ്മിറ്റിയാണ്. അത്രയും എന്തായാലും ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് ലാസ്റ്റ് ഒന്നുകൂടെ നോക്കാം. ഈ രണ്ട് സാധനങ്ങളും കൂടെ ഒന്ന് പഠിച്ചു പോയിക്കോ. ഒന്ന് RBI. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രിലിംസിന് ചോദിക്കാൻ രണ്ട് ചാൻസ് ഉള്ളത് ഒന്നുകിൽ ഇതാണ് വർഷം. ഓക്കെ, വർഷവും ഡേറ്റും ആണ് കേട്ടോ. ആദ്യം RBI നിലവിൽ വന്നത് എപ്പോഴാണ്? 1935 ഏപ്രിൽ 1. ഓക്കെ, 1935 ഏപ്രിൽ 1 എന്ത് നിലവിൽ വന്നത്? RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. ഇനി നബാർഡ് ആണെങ്കിലോ 1982 ജൂലൈ 12. 1982 ജൂലൈ 12 നബാർഡ് നിലവിൽ വന്നത്. ഇത് ശിവരാമൻ കമ്മിറ്റിയാണ് അല്ലെ? ശിവരാമൻ കമ്മിറ്റിയാണ് കേട്ടോ. ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഏത് നിലവിൽ വന്നത്? നബാർഡ് നിലവിൽ വന്നത്. ഹിൽട്ടൺ യങ് കമ്മിറ്റിയുടെ, അതായത് ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് RBI. ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഇതെന്താണ്? ബാങ്കുകളുടെ ബാങ്ക് എന്നൊക്കെ ചോദ്യം വരും കേട്ടോ. ബാങ്കുകളുടെ, ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നും ബാങ്കുകളുടെ ബാങ്ക് എന്നും വായ്പകളുടെ നിയന്ത്രകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? RBI ആണ് കേട്ടോ. ഓക്കെ, ഇന്ത്യൻ വിദേശ നിക്ഷേപത്തിന്റെ സൂക്ഷിപ്പുകാരൻ, അങ്ങനെ എങ്ങനെയൊക്കെ ചോദ്യം വന്നാൽ ഇതൊക്കെ നമുക്കറിയാം. അതൊക്കെ എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്ന് ചോദ്യം വന്നാലാണ് നബാർഡ്. ഓക്കെ, ചെറുകിട വായ്പകളുടെ, നബാർഡുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ 1982 ആ വർഷം അല്ലെങ്കിൽ ഡേറ്റ് 1982 ജൂലൈ 12 ഇതൊരു ചോദ്യം വരും. നബാർഡ് രൂപീകൃതമായത് എപ്പോന്ന് ഒരു ചോദ്യം വരും. പിന്നെ അല്ലെങ്കിൽ RBI നിലവിൽ വന്നത് എപ്പോന്ന് ഒരു ചോദ്യം വരും. ഓക്കെ, 1935 ഏപ്രിൽ 1 1935 ഏപ്രിൽ 1 ഏത് രൂപീകൃതമായത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകൃതമായത്. ആദ്യ RBI ഗവർണർ ആരാണ്? ഓസ്ബോൺ സ്മിത്ത് ആണ് കേട്ടോ. അതും പഠിച്ചു വെച്ചോ. ആദ്യ RBI ഗവർണർ ആണ് ഓസ്ബോൺ സ്മിത്ത്. RBI നിലവിൽ വരാൻ കാരണമായ കമ്മിറ്റി ചോദ്യം വരും. അതേതാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ ആണ്. ഇനി അതല്ല, നബാർഡിനാണ് കമ്മിറ്റിക്ക് ചാൻസ് അത്രയും ഇനി കൂടുതലുള്ളത്. നബാർഡ് രൂപീകൃതമാവാൻ കാരണമായ കമ്മിറ്റി അല്ലെങ്കിൽ ശുപാർശ ചെയ്ത കമ്മിറ്റി ശിവരാമൻ കമ്മിറ്റിയാണ്. ഏതാണ്? ശിവരാമൻ കമ്മിറ്റിയാണ്. ഇത്രയും എന്തായാലും ഒന്ന് പഠിച്ചു വെക്കോ. ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അത് പഠിച്ചു വെക്കുക. ചെറുകിട വായ്പകളുടെ നിയന്ത്രകനാണ് നബാർഡ്. ഓക്കെ, ഈ ഡേറ്റ് ഫിക്സ് ആക്കി വെച്ചോ. ചോദ്യം വരും നബാർഡ് രൂപീകൃതമായത് എന്നത് ചോദ്യം വരും. 1982 ജൂലൈ 12 നബാർഡ് രൂപീകൃതമായത്. ഇത്ര മതി. ഇനി നിങ്ങൾക്കൊരു വർക്ക് ഉണ്ട്. ഇന്നത്തെ ഈ ക്ലാസ്സിന്റെ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് ഈ ക്ലാസ് കാണുന്ന ഓരോ ആളുകളും നിങ്ങളുടെ അറിവിൽ നിങ്ങൾക്ക് ഇത്ര ഇതുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച്, അതായത് പ്രിലിംസിന് വരാൻ അത്രയും ചാൻസ് ഉള്ള നിങ്ങളുടെ ഒരു മൈൻഡ് വെച്ചിട്ട് നിങ്ങൾക്ക് വരാൻ അത്രയും ചാൻസ്, ഇപ്രാവശ്യം ഈ ചോദ്യം വരാൻ അത്രയും ചാൻസ് ഞാൻ കാണുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ 2, 3, 4 നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചോദ്യം പറ്റുകയാണെങ്കിൽ അതിന്റെ ഉത്തരം, അല്ലെങ്കിൽ ഉത്തരം കമന്റ് ചെയ്യേണ്ട, ചോദ്യം കമന്റ് ചെയ്യുക. അതിന് താഴെ നിങ്ങൾ അതായത് നിങ്ങൾ കാണുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? നിങ്ങൾക്ക് ഇനി വരുന്ന പ്രിലിംസിന് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് ഉറപ്പുള്ള ഒരു ചോദ്യമെങ്കിലും മിനിമം നിങ്ങൾ എന്തായാലും ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവണം. അതിന് അറിയുന്നവർ ഉത്തരം പറയും. ബാക്കി കാണുന്ന ചോദ്യങ്ങൾക്ക്, നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങളും ആൻസർ ചെയ്യുക. അറിയാത്തത് അവിടെ നിന്ന് തന്നെ വായിച്ച് പഠിച്ചു പോവുക. ഞാൻ ഇപ്പോഴും പറയുന്ന ക്ലാസ് കാണുന്ന ഓരോ ആളുകളും ഓരോ ആളുകളും തീർച്ചയായിട്ടും കമന്റ് ചെയ്തിരിക്കണം. ഒരു ചോദ്യമെങ്കിലും അത്രയും വരാൻ ചാൻസ് ഉണ്ട്, ഇനി ചോദിക്കാൻ അത്രയും ചാൻസ് ഉണ്ട് എന്നുള്ള നമുക്ക് എൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രഡിക്ഷൻ ഞാൻ ഏകദേശം ചെയ്തു. 2-3 ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ കഴിഞ്ഞതിലും വന്നു, അത്യാവശ്യം ചോദ്യങ്ങൾ കഴിഞ്ഞതിലും വന്നിട്ടുണ്ട്. ഇനിയും ചോദ്യങ്ങൾ വരുമെന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന, ഈ ചോദ്യം വരാൻ അത്രയും സാധ്യത ഉണ്ടെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന അത്രയും ചോദ്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്കുള്ള വർക്കാണ് കേട്ടോ, എന്തായാലും ചെയ്യണം, നിങ്ങൾ ചെയ്യണം. ഓക്കെ, ക്ലാസ് കാണുന്ന ഓരോ ആളുകളും എന്തായാലും ഒരു ചോദ്യമെങ്കിലും ഇട്ടിട്ടുണ്ടാവണം. അതിനറിയുന്നവർ ആൻസർ ചെയ്യട്ടെ. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങൾക്ക് അവിടെ കാണുന്ന കുറേ ചോദ്യങ്ങൾ മറ്റുള്ളവർ ഇട്ടിട്ടുണ്ടാവും. അതിൽ അറിയുന്ന ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾ ആൻസർ ചെയ്യുക. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല രീതിയിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയട്ടെ. നമ്മൾ അത്രയും റിപ്പീറ്റ് ചെയ്തിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ഈ ഭാഗത്ത് നിന്ന് ചോദ്യം വരാൻ ചാൻസ്, ഇതെല്ലാം എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ. പ്രിലിംസ് ഒക്കെ സിമ്പിളായി ക്രാക്ക് ചെയ്യാൻ സാധിക്കട്ടെ. മെയിൻസും അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജോലിയിൽ
നിങ്ങൾക്ക് കയറി പറ്റാൻ സാധിക്കട്ടെ. എന്തായാലും തീർച്ചയായും ഞാൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക, ടെൻഷനൊന്നും അടിക്കണ്ട. ടെൻഷൻ അടിച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നു, ടെൻഷൻ അടിച്ചത് കൊണ്ട് ഉപകാരമായിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിച്ചോ. അല്ലാതെ നിങ്ങളൊന്ന് ആലോചിച്ചാൽ നിങ്ങൾ ഈ ടെൻഷൻ, അതായത് നിങ്ങൾ ഈ പഠിച്ചത് നിങ്ങൾ ഇത്ര കാലം പഠിച്ച കാര്യം നിങ്ങൾക്ക് കൊണ്ടുപോയി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ പഠിച്ച കാര്യം നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതാണ്, ഈ പഠിച്ച കാര്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോയി അപ്ലൈ ചെയ്യുക. അതിന് നിങ്ങൾ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റാതെ വരും. ഈ പഠിച്ച കാര്യങ്ങൾ പോലും നേരെ അപ്ലൈ ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ നെഗറ്റീവ് അല്ലാതെ ഈ ടെൻഷൻ അടിക്കുന്നത് കൊണ്ട് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇത്ര ആലോചിക്കുക, ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ പറ്റുന്നത്ര ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഇത് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അത് ഞാൻ നേരെ ചേഞ്ച് ചെയ്യും, ബാക്കിയൊക്കെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. കിട്ടുന്നത് കിട്ടട്ടെ, ഓക്കെ കിട്ടുമെന്ന ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടാവണം. അല്ലാതെ ഈ ടെൻഷൻ അടിച്ച് ഇതൊക്കെ എനിക്ക് കിട്ടുമോ, ഞാൻ ഏതൊക്കെ ചോദ്യം വരും, അയ്യോ എനിക്കറിയില്ല, അങ്ങനെ ആദ്യം ടെൻഷൻ അടിച്ച് എന്തിന് കൊളാക്കണം. ചോദ്യം ഇപ്പോൾ ഏതൊക്കെ വരുന്നു നിങ്ങൾക്ക് അറിയില്ല, അത് ആർക്കും അറിയില്ല. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിച്ചതുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് അധികം കിട്ടുന്ന PSC പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചായിട്ട് ഇരുന്ന് ടെൻഷൻ അടിച്ചോ. അല്ലാതെ നിങ്ങൾ ദയവ് ഇത് ടെൻഷൻ അടിക്കരുത്. ഞാൻ പറയാൻ കാര്യം, ടെൻഷൻ അടിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരമൊന്നും ഉണ്ടാവില്ല. ഒന്ന് കോമൺ സെൻസ് വെച്ചൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഈ ടെൻഷൻ അടിച്ചതുകൊണ്ട് ഏതെങ്കിലും മാർക്ക് അധികം കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പം ടെൻഷൻ അടിക്കണ്ട. ഈ പഠിച്ച കാര്യം നേരെ ഒന്ന് അപ്ലൈ ചെയ്യുക, അത് മാത്രം മൈൻഡിൽ ഉണ്ടാവണം. പഠിച്ച കാര്യം എന്നെ കൊണ്ട് നേരെ അപ്ലൈ ചെയ്യാൻ പറ്റണം, അത് ഞാൻ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യും. അത്ര എനിക്ക് ചെയ്യാൻ പറ്റൂ, അത് ഞാൻ ചെയ്യും, അത്രേ ഉള്ളൂ. ആ ഒരു കോൺഫിഡൻസ് വെച്ച് നല്ല രീതിയിൽ പോയി അപ്ലൈ ചെയ്യുക. ഞാൻ ഇപ്പോഴും പറയുന്നു, ഓരോ ചോദ്യങ്ങളും വ്യക്തമായി വായിച്ചിട്ടുണ്ടാവണം. ചോദ്യം മാത്രം വായിച്ചിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോരുത്, ഓപ്ഷൻസ് ക്ലിയർ ആയി വായിച്ചിട്ടുണ്ടാവണം. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് ഉറപ്പ് വരുത്തി ഇൻഡ്യൂട്ട് പോയിക്കോ. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ ആൻസർ ചെയ്യുക. നല്ല രീതിയിൽ തന്നെ ഓരോ ചോദ്യങ്ങളും പിന്നെ ഇത് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണേ. ഓക്കെ, അത്രയും തവണ പറ്റുന്ന അത്രയും ആ ചോദ്യം നേരെ വൃത്തിക്ക് വായിച്ചിട്ടേ അത് ക്യാൻസൽ ചെയ്ത് കളയാൻ പാടും. വെറുതെ പോയിട്ടൊരു ചോദ്യത്തിനെ ക്യാൻസൽ ചെയ്ത് കളയരുത്. ചോദ്യം വായിച്ചതും അറിയില്ല എന്ന് പറഞ്ഞാൽ അതിനെ വിട്ട് കളയരുത്. ഓപ്ഷൻ വായിച്ചാൽ മേ ബി നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഒരുപാട് കാര്യങ്ങളെ പറ്റി നമ്മൾ പഠിച്ചതല്ലേ, എത്രയോ കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഏതൊക്കെയോ ലോകത്തിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാതിരിക്കില്ലല്ലോ. അപ്പം നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റും. എന്തായാലും പ്രിലിംസ് നിങ്ങൾ ക്രാക്ക് ചെയ്യും. ആ ഒരു ആത്മവിശ്വാസം ഇരുന്നോട്ടെ. ഓവർ കോൺഫിഡൻസ് ആയിട്ട് കൊളാക്കും ചെയ്യരുത്. ഒരു ആത്മവിശ്വാസത്തിൽ പോയി എഴുതുക, ടെൻഷൻ അടിക്കരുത്. ഞാൻ ഇപ്പോഴും പറയുന്നു, ടെൻഷൻ അടിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരമായിട്ട് ഒന്നും അവിടുന്ന് കിട്ടാനില്ല. അപ്പോൾ മനസ്സിലാക്കുക, നെഗറ്റീവ് മാത്രം അതിൽ നിന്ന് വരാളൂ, ഉള്ള മാർക്കും കൂടെ അങ്ങോട്ട് പോയി കിട്ടും. അത് കളയരുത്, നല്ല രീതിയിൽ പോയി ആൻസർ ചെയ്യുക. നെഗറ്റീവ് മാർക്ക് അടിക്കാതിരിക്കാനാണ് ഓരോന്നും വ്യക്തമായി വായിച്ച് ഉറപ്പിച്ച് ആൻസർ ചെയ്യുക. ഓപ്ഷൻ A കണ്ടാൽ നിങ്ങൾക്ക് തോന്നും അതാണ് ആൻസർ ചെയ്തത്. അതന്നെയാണ് PSCയുടെ തന്ത്രം, അതന്നെയാണ് PSCക്ക് വേണ്ടത്. അപ്പോൾ ഓപ്ഷൻ A വായിച്ചതും അല്ലെങ്കിൽ ഓപ്ഷൻ B വായിച്ചതും പോയി ആൻസർ ചെയ്യരുത്. ഒന്ന് ഫുൾ ഓപ്ഷൻസ് വായിക്കുക, ഒന്ന് ഉറപ്പ് വരുത്തുക. എന്തായാലും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക. മനസ്സിൽ ഈ കാര്യം ഇരുന്നോട്ടെ, ഞാൻ പഠിച്ചത് ഞാൻ നല്ല രീതിയിൽ തന്നെ പോയി അപ്ലൈ ചെയ്യും. അതിനപ്പുറമൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ബാക്കിയൊക്കെ വിധി പോലെ നടക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കും. കിട്ടാനുള്ളതാണെങ്കിൽ എന്തായാലും കിട്ടും, കിട്ടാനുള്ളതാണെങ്കിൽ കിട്ടും. നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. ആ ഒരു വിശ്വാസത്തിൽ പോയി എഴുതുക. ഓൾ ദ ബെസ്റ്റ്. നല്ല രീതിയിൽ തന്നെ എഴുതുക. ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്നൊരു വിശ്വാസത്തിൽ ഞാൻ നിർത്തുന്നുണ്ട്. ക്ലാസ് ഉപകാരപ്പെട്ടിട്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ക്ലാസ് ഉപകരിച്ചെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. നല്ല രീതിയിൽ തന്നെ പോയി എക്സാം അറ്റൻഡ് ചെയ്യണം. ഓരോന്നും ഓർത്തെടുത്ത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഞാൻ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ കോഡ് മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ഒന്ന് ഇരുത്തി ആലോചിക്കണം. എന്ത് കോഡാ സാറ് പറഞ്ഞു തന്നെന്ന് ആലോചിക്കണം. കോഡ് മാത്രം കൊണ്ടുപോയി അവിടെ എഴുതി വെക്കരുത്. ഭാഗ്യം എഴുതി വെക്കാനുള്ളതില്ല, ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ആവും. അതിനനുസരിച്ചുള്ള ഞാൻ കോഡുകൾ പറയാറില്ല, ഞാൻ മാക്സിമം കണക്ഷൻസ് ആണ് യൂസ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു കണക്ഷൻ വരും. ഇതിനെങ്ങനെ കണക്ട് ചെയ്ത് തന്നിട്ടുണ്ടെന്ന് ഒരു കണക്ഷൻ വരും. അപ്പോൾ എന്തായാലും നമ്മൾ പഠിച്ച ഒരുപാട് ചോദ്യങ്ങൾ വരട്ടെ, നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ സാധിക്കട്ടെ. പിന്നെ ഒരുപാട് വെയിറ്റ് ചെയ്യാൻ നിൽക്കേണ്ട. LDC LGS ബാച്ചിലൊക്കെ, അതായത് അതിനൊക്കെ ഏതെങ്കിലും എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ വേരിയസ് LGSനാണ് കേട്ടോ. 2027 LGS ആണ്, കമ്പനി ബോർഡ് അല്ല. അതിന് പ്രിപ്പയർ ചെയ്യുന്നത് കമ്പനി ബോർഡ് LGS ഉള്ളവർക്കും ഇത് പർച്ചേസ് ചെയ്യാം കേട്ടോ. നല്ല രീതിയിൽ യൂസ്ഫുൾ ആവും. രണ്ടിനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതാണ്. കാരണം രണ്ടിനും ഏകദേശം സെയിം സിലബസ് ആണ്. ഇതിലൊക്കെ ഹോട്ട് ടോപ്പിക്സ് ആണ് ഞാൻ സെലക്ട് ചെയ്തെടുത്തുള്ളത്. അതിനൊക്കെ SCRT ആവശ്യമാണ്. അപ്പോൾ SCRT ബൂസ്റ്ററും അവിടെ ഉണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ശരിക്കും ജോയിൻ ചെയ്യാം. പക്ഷേ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നു, അത്രയും നിങ്ങൾക്ക് റാങ്ക് മേലേക്ക് കയറാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നേരത്തെ വർക്കൗട്ട് ചെയ്ത് തുടങ്ങാൻ ശ്രമിക്കുക. നേരത്തെ ബാച്ചിൽ ജോയിൻ ആവുക. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക. ബാച്ചിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതും കണ്ട് മനസ്സിലാക്കുക. ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് നല്ല വിജയാശംസകൾ ഞാൻ നേരുന്നു. നല്ല രീതിയിൽ എക്സാം എഴുതാൻ സാധിക്കട്ടെ, സിമ്പിളായി ക്രാക്ക് ചെയ്യാൻ സാധിക്കട്ടെ. സത്യമായിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളും നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ടൊക്കെ എക്സാമിന് പോവുക. നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതുക. ഒരിക്കൽ കൂടെ ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.